ഞാൻ ഇന്നലെ എനിക്ക് സത്യം പറഞ്ഞ എന്റെ റിയാസ് മിനിസ്റ്റർ ഞാൻ സങ്കടം കൊണ്ട് കരഞ്ഞൊരു ദിവസം, അല്ല സന്തോഷം കൊണ്ട് കരഞ്ഞൊരു ദിവസം. എന്താണെന്നറിയാം, തൃശ്ശൂർ ഞാൻ വരികയാണ്. ഞാൻ തൃശ്ശൂർ എന്ന് പറയുമ്പോൾ ഞാൻ അങ്ങേ സത്യം പറഞ്ഞാൽ എപ്പോഴും ഞാൻ തൃശ്ശൂർ നിന്നിരിക്കുമ്പോൾ അങ്ങേ ഓർമ്മ. കാരണം നടുവിന്റെ നട്ടത്തിന്റെ കോണൊടിഞ്ഞ പറ്റും. ഇന്നലെ ഞാൻ വണ്ടിയെ കയറി വണ്ടി മുന്നോട്ട് പോകുമ്പോൾ എന്തോ റോഡാ, എന്തൊരു മനോഹരമായ റോഡാ നിങ്ങൾ പണിതിട്ടേക്കുന്നു. ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുക. ഇപ്പോൾ കേട്ടോ, കഴിഞ്ഞ 2 മാസം മുമ്പ് അല്ലെ ഒരു 6 മാസം മുമ്പ് ഞാൻ അഭിനന്ദിക്കുന്നില്ല. ആ തൃശ്ശൂർ ഇങ്ങോട്ട് കോഴിക്കോട് വരെ എത്തി. എന്റെ പൊന്നോ, എന്തോ റോഡാ. 1.5 മണിക്കൂർ കൊണ്ട് എന്റെ വണ്ടി ഈ കോഴിക്കോടെത്തി. 3 മണിക്കൂർ കൊണ്ട് വരുന്നത്. ഒരു വികസനം നടക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് സഹിക്കേണ്ടി വരും. നമുക്ക് വേണ്ടിയല്ല ഇതൊക്കെ ചെയ്യും, നമ്മുടെ തലമുറയ്ക്ക് വേണ്ടിയാണ്. ഇന്ന് ഭരിക്കുന്ന ഗവൺമെന്റ് ചെയ്യുന്ന കാര്യങ്ങൾ നാളത്തെ തലമുറയ്ക്ക് വേണ്ടിയാണ് പ്രയോജനപ്പെടുന്നത്. നമ്മൾ കണ്ടാൽ മതി. ഈ 55 കോടി രൂപ മുടക്കി ലോകോത്തര നിലവാരത്തിലുള്ള ഒരു മാർക്കറ്റ് കോഴിക്കോട് സ്ഥാപിക്കുമ്പോൾ 1-2 വർഷം കഴിഞ്ഞ് പൂർത്തീകരിക്കുമ്പോൾ ആ തലമുറയിൽപ്പെട്ടവർ, നാളത്തെ തലമുറ പറയും, ഞങ്ങളുടെ മുൻ തലമുറ ഏറ്റവും ക്രിയേറ്റീവായി ഈ കോഴിക്കോട് പട്ടണത്തിന് വേണ്ടി നൽകിയ സംഭാവനയാണ് ഈ മാർക്കറ്റ് എന്ന് നെഞ്ചുയർത്തി പറയാനുള്ള അവസരം ഉണ്ടാക്കണം. അതിന് നമ്മൾ എല്ലാവരും യോജിക്കണം. ആർക്കെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ അത് നമുക്ക് പരിഹരിക്കും. അന്ന് പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ കഴിയത്തൊന്നുമില്ല. എന്താ കേരളത്തിൽ ഞാൻ ഒരുപാട് വിശദീകരിക്കുന്നില്ല. ബഹുമാനപ്പെട്ട മുഹമ്മദ് റിയാസ് സന്ദർശിക്കുന്ന ഒരുപാട് പരിപാടികളുണ്ട്. ഞാൻ അദ്ദേഹത്തെ ഇരുത്തി പ്രസംഗിക്കുന്നത് ശരിയല്ല. നമ്മുടെ നാഷണൽ ഹൈവേ നമ്മൾ നടക്കുമെന്ന് വിചാരിച്ചാണ്. വിചാരിച്ച മന്ത്രി അതൊന്നും പറയേണ്ട കാര്യം അല്ലെങ്കിൽ ഞാൻ ചോദിക്കുക. അടച്ചുപൂട്ടി പോയതല്ലേ. ഞാൻ ഇന്നലെ എനിക്ക് സത്യം പറഞ്ഞ എന്റെ റിയാസ് മിനിസ്റ്റർ ഞാൻ സങ്കടം കൊണ്ട് കരഞ്ഞൊരു ദിവസം, അല്ല സന്തോഷം കൊണ്ട് കരഞ്ഞൊരു ദിവസം. എന്താണെന്നറിയാം, തൃശ്ശൂർ ഞാൻ വരികയാണ്. ഞാൻ തൃശ്ശൂർ എന്ന് പറയുമ്പോൾ ഞാൻ അങ്ങേ സത്യം പറഞ്ഞാൽ എപ്പോഴും ഞാൻ തൃശ്ശൂർ നിന്നിരിക്കുമ്പോൾ അങ്ങേ ഓർമ്മ. കാരണം നടുവിന്റെ നട്ടത്തിന്റെ കോണൊടിഞ്ഞ പറ്റും. ഇന്നലെ ഞാൻ വണ്ടിയെ കയറി വണ്ടി മുന്നോട്ട് പോകുമ്പോൾ എന്തോ റോഡാ, എന്തൊരു മനോഹരമായ റോഡാ നിങ്ങൾ പണിതിട്ടേക്കുന്നു. ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുക. ഇപ്പോൾ കേട്ടോ, കഴിഞ്ഞ 2 മാസം മുമ്പ് അല്ലെ ഒരു 6 മാസം മുമ്പ് ഞാൻ അഭിനന്ദിക്കുന്നില്ല. ആ തൃശ്ശൂർ ഇങ്ങോട്ട് കോഴിക്കോട് വരെ എത്തി. എന്റെ പൊന്നോ, എന്തോ റോഡാ. 1.5 മണിക്കൂർ കൊണ്ട് എന്റെ വണ്ടി ഈ കോഴിക്കോടെത്തി. 3 മണിക്കൂർ കൊണ്ട് വരുന്നത്. ഈ കേരളത്തിലൊന്നും നടന്നില്ല നമ്മൾ പറയാൻ പറ്റുമോ? ഞാൻ എന്റെ അനുഭവം പറയുന്നത്, ഞാൻ ഈ ദുബായി കാര്യം പറഞ്ഞതും സിംഗപ്പൂരിൽ പോയതും ഇന്നലെ തൃശ്ശൂർ നിന്ന് കോഴിക്കോട് വന്ന എന്റെ അനുഭവം പറയുന്നത്. എന്റെ അനുഭവം പറയുന്നത് വിഷമിക്കേണ്ട കാര്യമില്ല. ഞാൻ എന്റെ അനുഭവം പറയും. ഞാൻ സുഖമായി ഇന്നലെ രാത്രി ഉറങ്ങി. എന്റെ നട്ടലിന് ഒരു പ്രശ്നം, കാരണം നടുവിന് പ്രശ്നമുള്ള. ഇന്നലെ തൃശ്ശൂർ നിന്ന് കോഴിക്കോട് വരെ കാറേ വന്നപ്പോൾ എനിക്ക് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റി. കാരണം 1.5 മണിക്കൂറിൽ എത്തി. ഞാൻ എന്റെ അനിയനെ ഞാൻ അങ്ങ് അഭിനന്ദിക്കുക ആത്മാർത്ഥമായിട്ട്. കാരണം ഗംഭീര റോഡ്. നമ്മുടെ നാഷണൽ ഹൈവേ 1 വർഷത്തിനകം, അതിന്റെ ആദ്യ ഭാഗം 6 മാസം പോയി. ഈ ഗവൺമെന്റ് കാലത്തിന് പൂർത്തീകരിക്കും നമ്മൾ പ്രതീക്ഷിച്ചു. എന്നാ റോഡാപ്പായി പണിതിട്ടേക്കുന്നത്. ഇന്നലെ എന്റെ ഡ്രൈവർ 140, 130, 120, 110 അടിച്ചിങ്ങനെ വിടുമ്പോൾ ഞാൻ പറഞ്ഞ എന്റെ പൊന്നെ, നീ ഒന്ന് തെല്ലേ പോകും. കാരണം വീട്ടിൽ പോകണം, പെണ്ണുപിള്ളേ മക്കൾ കാത്തിരിപ്പുണ്ട്. അത്ര മനോഹരമായ റോഡ്. ദേശീയ ജലപാത ബേക്കർ മുതൽ നമ്മൾ പണിതു. ഈ ചെറിയ പ്രദേശങ്ങളിൽ, കണ്ണൂര്, കാസർഗോഡ് പ്രദേശത്തെ പ്രശ്നം ഒഴിച്ച് ഞങ്ങളുടെ നാട്ടിൽ തീർന്നു. നമ്മൾ പ്രതീക്ഷിച്ചു 100-600 കിലോമീറ്റർ ബോട്ട് യാത്ര. ഞാൻ ആലപ്പുഴ കുട്ടനാട്ടുകാരനാണ്. അവിടെ ടൂറിസത്തിന്റെ ഹബ്ബാണ്. ടൂറിസം മന്ത്രി വിളിപ്പുണ്ട്. എന്തായിരിക്കും വരാൻ പോകുന്നത്? അതങ്ങോട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ആലപ്പുഴയൊക്കെ അങ്ങ് രക്ഷപ്പെടും. ഈ ബേക്കറിയിൽ ഒരു ബോട്ടിട്ടാൽ നേരെ കോവളത്തെത്തും. ആളുകൾ ആരാ വരാതിരിക്കുന്ന മുഴുവൻ ആളും കയറത്തില്ലേ? ദേശീയ ജലപാത, നമ്മുടെ മലയോര ഹൈവേ. ഈ കഴിഞ്ഞ ദിവസം ഞാൻ പത്തനാപുരത്ത് വഴി, പുനലൂർ വഴി മുണ്ടക്കയത്തിന് പോയി. മലയോര ഹൈവേ നിങ്ങൾ പോണം കേട്ടോ. കാശില്ലെങ്കിൽ പിരിച്ചാണേലും പോണം. നടക്കത്തില്ലെന്ന് പറഞ്ഞ ഒരു പദ്ധതിയല്ലേ? എന്തൊരു റോഡാ പണിതിട്ടേക്കുന്നത്. തീരദേശ ഹൈവേ മത്സ്യത്തൊഴിലാളി മേഖലയിൽ ഭൂമി ഏറ്റെടുത്ത് നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ? നടക്കത്തില്ലെന്ന് പറയുന്ന കാര്യങ്ങൾ, നമ്മുടെ ഗ്യാസ് ലൈൻ നടക്കത്തില്ലെന്ന് പറഞ്ഞിട്ട് നടക്കുകയല്ലേ? ഈ ഗവൺമെന്റ് വരുമ്പോൾ കേരളത്തിലെ മത്സ്യത്തൊഴിലാളിയുടെ അവസ്ഥ നിങ്ങൾക്കറിയാമോ? മത്സ്യത്തൊഴിലാളിയുടെ അവസ്ഥ, 1000-ഓളം മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ ഗോഡൌണുകളിലും സ്കൂളിലുമായിരുന്നു 2016. 20,000 വീടാണ് പണിത് കൊടുത്തത്. 20,000 വീട്, 6350 ഫ്ളാറ്റുകൾ പിണറായി പണിത് കൊടുത്തു. 400 ഫ്ളാറ്റാണ് കഴിഞ്ഞ ദിവസം കേരളത്തിലെ മുഖ്യമന്ത്രി താക്കോൽ കൊടുത്തത് വലിയ തുറ തിരുവനന്തപുരത്ത്. ഇപ്പോ
കോഴിക്കോടൊക്കെ പണിത് തീരാറായ ഫ്ലാറ്റ്, കോഴിക്കോട് ഫ്ലാറ്റ് പണിയുന്നുണ്ട്, തീരാറായ ഫ്ലാറ്റ് എടുക്കാൻ ആളില്ല, ടൗണിനകത്താ. കാരണം മുഴുവൻ മത്സ്യത്തൊഴിലാളികളെയും പുനരധിവസിപ്പിച്ചു. ഒരു മത്സ്യത്തൊഴിലാളി പോലും കേരളത്തിൽ റോഡിലോ പറമ്പത്തോ വീട്ടിലോ അല്ലെങ്കിൽ സ്കൂളിലോ ഓടാവുന്ന കിടക്കുന്നില്ല. എല്ലാവർക്കും അവരെ കൊടുത്തു. നമ്മുടെ സ്വപ്ന പദ്ധതിയല്ലേ വിഴിഞ്ഞം. ഞങ്ങൾ ഒരുപാട് ഇടപെട്ട ഒരു പദ്ധതിയാണ്, കാരണം നടപ്പാക്കാൻ വേണ്ടി. രാജ്യത്തെ ഏറ്റവും വലിയ പദ്ധതി സ്റ്റേറ്റ് ഉണ്ടാക്കിയതല്ലേ, ചെറിയ കാര്യമാണോ? വിഴിഞ്ഞം തുറമുഖം 100 കിലോമീറ്റർ ചുറ്റളവിൽ അതിന്റെ വികസനം വരാൻ പോവുകയാണ്. ചെറിയ വികസനമല്ല, 100 കിലോമീറ്റർ ചുറ്റളവിൽ. വ്യാവസായിക മേഖലയെ വർദ്ധിച്ച മാറ്റം, സംരംഭങ്ങളുടെ വർഷം. എന്റെ ഒരു ചെറിയ വകുപ്പ് സാംസ്കാരിക വകുപ്പ് ഇന്നലെ സിനിമ അവാർഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഞാൻ അഭിമാനത്തോട് പറയുന്നു, എന്റെ റിയാസ് മിനിസ്റ്ററെ 5ാമത് അവാർഡ് എന്ന് ഞാൻ പ്രഖ്യാപിച്ച, ഒരു കംപ്ലൈന്റ് ഇല്ലാതെ ഈ ഗവൺമെന്റ് കാലത്ത് 5 അവാർഡ് ഞങ്ങൾ പ്രഖ്യാപിച്ചു. കയ്യടി മാത്രമേ ഉള്ളൂ. മമ്മൂക്കായി കൊടുത്തപ്പോ അതിനൊക്കെ കയ്യടി. ലോകം കണ്ട ഇതിഹാസ നായകനാണ് മോഹൻലാൽ, ഞങ്ങൾ കൊണ്ട് സ്വീകരിച്ചു, അതിനെയൊക്കെ കയ്യടി. വേടനെ പോലും ഞങ്ങൾ സ്വീകരിച്ചു ഇപ്രാവശ്യം. മോഹൻലാലിന്റെ ലാൻസന. സാംസ്കാരിക മേഖല ഇത് നടക്കുന്നുണ്ട് പരിപാടി. വിശ്വാസം, മൈത്രി, മാനവികത കോഴിക്കോട് നടക്കാണ്. 10,000-ഓളം വിശ്വാസികളെ ഞങ്ങൾ ക്ഷണിച്ചിട്ടുണ്ട്. വിശ്വാസികൾ ഞങ്ങളുടെ വകുപ്പിന്റെ ഇല്ല. വിളിക്കുന്ന വിശ്വാസികളെല്ലാം പോകണം. യഥാർത്ഥ വിശ്വാസം എന്നുമായിട്ട് അവിടെ കേൾക്കാം. യഥാർത്ഥ വിശ്വാസമാണ് പറയുന്നത്. വിശ്വാസത്തിന്റെ പേരിൽ ആളുകളെ തമ്മിലടിപ്പിക്കുന്ന കാര്യമല്ല പറയുന്നത്. യഥാർത്ഥമായ വിശ്വാസം, ഇങ്ങനെ നീ ജീവിക്കണം, ഇങ്ങനെ നീ പ്രാർത്ഥിക്കണം, ഇങ്ങനെ നീ മറ്റുള്ളവരെ സ്നേഹിക്കണമെന്ന് പറയുന്ന ഒരു പ്രഖ്യാപനം കോഴിക്കോട് നടക്കുന്നുണ്ട്. ഞങ്ങൾ എന്തെല്ലാം ഓരോ മേഖലയും ചെയ്യുന്നു. വിദ്യാഭ്യാസ മേഖലയിൽ അഭൂതപൂർവ്വ മാറ്റം. ഞാൻ ഈ നടക്കാവ് സ്കൂളിൽ പോയി. എന്താ സ്കൂള്, പൂട്ടാൻ പോയ സ്കൂളല്ലേ ഈ കോഴിക്കോട് പട്ടണം നടക്കാവ്. വേറൊരു സ്കൂളുണ്ടല്ലോ വലാപ്പുറം, അവിടെയും പോയി. അതാ പൂട്ടാൻ പോയത്, അവിടെയും പോയി. ഞങ്ങളുടെ ഒരു ആട്ടുകാരൻ ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യാൻ പോയി. എന്തൊരു സ്കൂളാ ഇതൊക്കെ! നമ്മുടെ നാട്ടിൽ സ്വപ്നങ്ങളല്ല, യാഥാർത്ഥ്യങ്ങളാണ്. ഞാൻ പറഞ്ഞത്, നമ്മൾ ലോകത്തോടൊപ്പം സഞ്ചരിക്കണം. നമ്മൾ വികസനത്തിന്റെ കാര്യത്തിൽ നമുക്ക് വ്യത്യസ്ത നിലപാടിന് ആവശ്യമില്ല. നമുക്ക് നിലപാടുകളുണ്ട്, അഭിപ്രായമുണ്ട്, രാഷ്ട്രീയമുണ്ട്, പറയാം. അത് ജനങ്ങൾ സ്വീകരിക്കട്ടെ, അല്ലെ ജനങ്ങൾ ആലോചിക്കട്ടെ. ലോകത്ത് വന്ന അഭൂതപൂർവമായ മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ എന്തുകൊണ്ട് നമുക്ക് കഴിയുന്നില്ല? ഇവിടെ ഒരു സ്ഥാപനം തുടങ്ങിയാൽ ഉടനെ പ്രശ്നമാണെന്ന് പറഞ്ഞാൽ ഇവിടെ ആരും വന്ന് ഇൻവെസ്റ്റ് ചെയ്യുമോ? എന്നാൽ ഇവിടുത്തെ തൊഴിലാളിയുടെ താല്പര്യം സംരക്ഷിച്ചുകൊണ്ട് മൂലധന നിക്ഷേപം നടത്തിയെങ്കിൽ മാത്രമേ തൊഴിലാളിക്കും നാടിനും തൊഴിലേതനും പ്രയോജനം ഉണ്ടാകത്തുള്ളൂ. അതിനെ നമ്മൾ കാണേണ്ടത്. ഈ ഒരു ധാരണയാണ് കേരളത്തിലെ ഗവൺമെന്റ് ഉള്ളത്. ഈ ധാരണയുടെ ഫലമായിട്ടാണ് കേരളം മാറി. ഒരു അർദ്ധവികസിതമായ ഒരു ലോകത്തെ, ഒരു രാജ്യത്തോടൊപ്പം കേരളത്തെ എത്തിക്കണം. ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ 1-2-3 രാജ്യങ്ങളിൽ ഈ അവിടുത്തെ ഭരണാധികാരികളൊക്കെ കാണാനായിട്ട് ഞങ്ങൾ പോയത്. അതുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് GCC രാജ്യങ്ങൾ, ഗൾഫ് രാജ്യങ്ങൾ. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, കാര്യമായ ഒരു ഇൻവെസ്റ്റ്മെന്റും കേരളത്തിൽ ഇതുവരെ അവർ നടത്തിയിട്ടില്ല. ഞങ്ങൾ ചെന്നപ്പോ അവർ പറയുകയാണ്, പല മന്ത്രിമാരുമായിട്ട് സംസാരിച്ചു, അവർ പറയുകയാണ്, ആദ്യമായി കേരളത്തിന്റെ ഒരു മുഖ്യമന്ത്രി ഞങ്ങളെ കാണാൻ വന്നിട്ട് കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞത് പിണറായി വിജയനാണ്. അങ്ങേ അഭിനന്ദിക്കുകയാണ്. ആദ്യമായി പറയുകയാണ്. ഒമാനിച്ചെന്നു ഭരണാധികാരികളെ കണ്ടു, അവർ പറഞ്ഞ കാര്യമാണ്. ഖത്തറിൽ പോയി ഭരണാധികാരികൾ കണ്ട്, അവർ പറഞ്ഞ കാര്യമാണ്. ബഹറിൽ പോയി ഭരണാധികാരികൾ കണ്ട്, അവർ പറഞ്ഞത് ആദ്യമായി ഒരു മുഖ്യമന്ത്രി വരികയാണ്, ദേ ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങൾ തയ്യാറുണ്ടോ? ഒരു കോടാനുകോടി രൂപ ലോകത്തിന്റെ നാനാ മേഖലകളിൽ, രാജ്യങ്ങളിൽ, സ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാണ്. നമ്മളുമായിട്ട് ഏറ്റവും വലിയ ബന്ധമുള്ളതാണ്, പ്രത്യേകിച്ച് കേരളവുമായി ഈ പറയുന്ന അറബി രാജ്യങ്ങൾ. വാണിജ്യ വ്യാപാര മേഖല നമ്മളോട് വലിയ ബന്ധമുണ്ടായിരുന്ന ഒരു നാടാണ്. ആദ്യമകാലം മുതലേ നമ്മളുമായിട്ട് ബന്ധമുണ്ട്. പക്ഷേ ആ വാണിജ്യ വ്യാപാരമൊക്കെ പിന്നീട് പോയി, നമ്മൾ അവരുമായി അകന്നു. നമ്മുടെ ആളുകൾ പോയി ജോലി ചെയ്ത് പൈസ കൊണ്ടുവന്നതിനപ്പുറം ആ ആത്മബന്ധം ഇല്ലാതായി. ആ ബന്ധം പുനഃസ്ഥാപിക്കണം. അവരുടെ പൈസ ഉണ്ട്, ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, അവർക്ക് ലാഭം കിട്ടണം, കിട്ടാതിരിക്കുന്ന കാര്യമില്ല. അപ്പൊ മൂലധന നിക്ഷേപം അനിവാര്യമാണ്. ധാരാളം മേഖല ഇൻവെസ്റ്റ് ചെയ്യാം. അനന്തമായ സാധ്യതയാണ് കേരളത്തിലുള്ളത്. ഈ സാധ്യതകളെ എല്ലാം പ്രയോജനപ്പെടുത്തണം. കേന്ദ്ര ഗവൺമെന്റിന്റെ രാഷ്ട്രീയ നിലപാട് എന്തുമായിക്കോട്ടെ, അതിനോടൊക്കെ വ്യത്യസ്തമായ നിലപാട് സ്വീകരിക്കുമ്പോഴും
സ്റ്റേറ്റിന്റെ താല്പര്യം സംരക്ഷിക്കാനാണ് ഞങ്ങൾ നിൽക്കുന്നത്. അത് രാഷ്ട്രീയം, അതാ പിന്നെ നമുക്ക് പറയാം. അതുകൊണ്ട് നിൽക്കട്ടെ. ബഹുമാനായ മന്ത്രി ജോർജ് കുര്യൻ നമ്മളുമായിട്ട് സംസാരിക്കുന്നു, കേന്ദ്ര ഫിഷറീസ് മന്ത്രി സംസാരിക്കുന്നു. ഞാന് വലിയൊരു പ്രോജക്ട് ഞങ്ങളിപ്പോ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് ചെയ്തു. യൂറോപ്യൻ യൂണിയന്റെ കോൺക്ലേവ് നടത്തി. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് ഒരു വകുപ്പ് യൂറോപ്യൻ രാജ്യങ്ങളുടെ അംബാസിഡർമാരെ ഭരണാധികാരികളെ വിളിച്ചുകൊണ്ട് വന്നു. ഈ കൊച്ചി കേരളത്തിൽ വരുമെന്ന് ആരും വിചാരിച്ചില്ല. ഞാൻ അതിനുവേണ്ടി വിദേശത്ത് പോയി, ഡൽഹിയിൽ പോയി, അവരെ എല്ലാം കണ്ടു. കേന്ദ്ര ഗവൺമെന്റിന്റെ കൂടി പൂർണ്ണ പിന്തുണ തേടി. അവര് സഹകരിച്ചു. 19 രാജ്യങ്ങളുടെ പ്രതിനിധികൾ വന്നു. 2 ലക്ഷം കോടി രൂപയുടെ പ്രൊജക്ട് ഞങ്ങൾ പ്രസന്റ് ചെയ്തു. 2 ലക്ഷം. പിറ്റേ ദിവസം ഒരു മഹാനായ ഒരു നേതാവിന്റെ പ്രസ്താവന, കോൺക്ലേവ് നടത്തി വിദേശികൾക്ക് സായിപ്പന്മാർക്ക് ഭക്ഷണം കൊടുത്തു. എന്തോ തെണ്ടിത്തരം പറയുന്നു. പിന്നെ അവരിവിടെ വരുമ്പോ പച്ചവെള്ളം കടന്നുവെള്ളം എടുത്തു കൊടുക്കാൻ പറ്റൂ? ഇങ്ങനെയൊക്കെ പറയാവൂ? ഒരു ആളിനെ പിടിച്ചുകൊണ്ട് വന്ന് പിന്നെ കൊടുത്തേക്കും അത് പറയാവൂ? അവർക്ക് നമ്മുടെ ഭക്ഷണം വല്ലതും വേണോ? യൂറോപ്യൻ രാജ്യത്തെ സായിപ്പന്മാരിവിടെ വന്ന് അവർക്ക് നമ്മുടെ ഭക്ഷണം വേണം. വേണേ ഒരു പ്ലെയിനെ ഭക്ഷണം കൊണ്ട് കഴിച്ചിട്ട് പോകത്തില്ലേ? അവര് നമ്മളെ സഹായിക്കാനായിട്ട് വന്നു. ഞങ്ങളുടെ പ്രോജക്റ്റുകളെല്ലാം ഞങ്ങൾ പ്രസന്റ് ചെയ്തപ്പോ ഇഷ്ടപ്പെട്ടു. ഞാൻ തന്നെ ഈ പിന്നെ നമ്മുടെ റിയാസിന്റെ ഒരു ടൂറിസം പ്രോജക്ട് ഞങ്ങളോട് പ്രസന്റ് ചെയ്തു. കടൽ ടൂറിസം, സീ ടൂറിസം. 2 കൈ അടിക്കാൻ പിന്നെ സ്വീകരിച്ചേക്കുന്നത്. റിയാസിന് ഒരു 10,000 കോടി രൂപ കിട്ടും ടൂറിസത്തിന്. ആ വകുപ്പിന് അല്ല, വകുപ്പിന് നമ്മളെല്ലാം വകുപ്പിന്റെ ഭാഗം. അത് ഞാൻ ഇനി പറഞ്ഞു റിയാസിന് 20,000 കോടി. ഒന്നാമത് ആ പാവത്തിന്റെ തോളെ കയറിക്കൊണ്ടിരിക്കുക. എല്ലാവരും ആ പാവത്തിനായിട്ട് എല്ലാവരും കൂടെ വലച്ചോണ്ടിരിക്കുക. വെറുതെ ആവശ്യമില്ല. ഏറ്റവും സമർത്ഥനായ മന്ത്രിയാ അങ്ങനെ. അങ്ങനെയാണല്ലോ, സാമർത്ഥ്യം കൂടുമ്പോൾ ഇച്ചിരി അസൂയം കൂടും. അത് കുഴപ്പമൊന്നുമില്ല. അപ്പോ അവരോട് വന്ന് ചർച്ച ചെയ്തു. ഞങ്ങൾ ഇത്ര റിയാസിന്റെ പ്രൊജക്ട്, പിന്നെ വകുപ്പിന്റെ പ്രൊജക്ട് വെച്ചു ടൂറിസം. അവർക്ക് എന്തൊരു താല്പര്യം. അവര് ഞങ്ങള് ഈ കേരളത്തിന്റെ ഒരു എന്താ പറയുന്നത്, അതിന്റെ വീഡിയോ, നമ്മള് ക്ലിപ്പിംഗ്സ് ഈ സായിപ്പന്മാരെ കാണിച്ചു. ഇവരെല്ലാം ഫോറിനേഴ്സ് അല്ല, അവർക്ക് എല്ലാ ഭാഗം കണ്ടില്ല. ഓരോന്ന് കണ്ടവർ അവർ അത്ഭുതപ്പെടുകയാണ്. ഇതാണോ നമ്മുടെ നാട്? ഞങ്ങളുടെ നാട് ഇങ്ങനെ ഇത്ര പോലും പുരോഗമിച്ചത്? ഇതാണോ നമ്മുടെ നാട്? എത്ര വശ്യസുന്ദരമായ പ്രകൃതി അനുഗ്രഹിച്ച നാടാണ്. ആ 19 രാജ്യങ്ങളിലെ ആളുകളുടെ കൊണ്ടുവന്നിട്ട് ഞങ്ങൾ ചർച്ച ചെയ്തു, കോൺക്ലേവ് നടത്തി. കേന്ദ്ര ഫിഷറീസ് മന്ത്രി, കേന്ദ്ര ഫിഷറീസ് സഹമന്ത്രി ജോർജ് കുര്യൻ അടക്കം എല്ലാവരും വന്നു. ബഹുമാന്യ കേരളത്തിലെ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. 2 ദിവസം ചർച്ച നടത്തി. പ്രൊജക്ടുകൾ ഞങ്ങൾ കാണിച്ചു. ഇനി ചർച്ച തുടരുകയാണ്. ഓരോ മേഖലയിലും നമുക്ക് വളരണം. ലോകോത്തര നിലവാരത്തിലേക്ക് കേരളത്തെ മാറണം. പ്രതീക്ഷകൾ അസ്തമിക്കുന്നില്ല, സ്വപ്നങ്ങൾ അസ്തമിക്കുന്നില്ല. അത് യാഥാർത്ഥ്യമാക്കുന്ന കർമ്മ നിരതമായ ഒരു പ്രവർത്തനമാണ് കേരളത്തിൽ നടക്കുന്നത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. 10,543 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിലാണ് ഇതിന്റെ കെട്ടിടം. ചതുരശ്ര മീറ്ററാണ് ഓർത്തോണം. ബേസ്മെന്റ് ഫ്ലോർ ഉൾപ്പെടെ 4 നിലകളാണ് വിഭാവനം ചെയ്തിട്ടുള്ളത്. പാർക്കിംഗ് സൗകര്യം ബേസ്മെന്റ് ഫ്ലോറിൽ വിശാലമായ പാർക്കിംഗ് സൗകര്യം. പച്ച മത്സ്യ കച്ചവടത്തിലെ ചില്ലറ വിൽപ്പന സ്റ്റാളുകൾ, ഉണക്ക മത്സ്യത്തിന്റെ മൊത്ത വിൽപ്പന സ്റ്റാളുകൾ, മത്സ്യലേലത്തിനായിട്ടുള്ള സൗകര്യങ്ങൾ, ഇറച്ചി കച്ചവടക്കടകൾ, ജനറൽ സ്റ്റോഴ്സ്, സ്റ്റോർ റൂമുകൾ, ടോയ്ലറ്റ് സൗകര്യം, ഡോർമെട്രി, ഫ്രോസൺ മാർക്കറ്റ്, ഓഫീസ് റൂം, ലബോറട്ടറി, ജനറൽ സ്റ്റോഴ്സ്, ടോയ്ലറ്റ് സൗകര്യം, ഫുഡ് സ്റ്റാളുകൾ, ബോർഡ് റൂം, മറ്റെല്ലാ ആധുനിക സൗകര്യങ്ങളും കൂടിയുള്ള ഒരു മാർക്കറ്റാണ് ഇവിടെ നിർമ്മിക്കുന്നത്. STP പ്ലാന്റ്, സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റും ഇൻഫ്ലുവന്റ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് ETP 2 പ്ലാന്റുകൾ, മാലിന്യ വിമുക്തമായ ഒരു മാർക്കറ്റ് ഇതാണ് നിർമ്മിക്കുന്നത്. ഇതിന്റെ നിർമ്മാണത്തിനായി ഒരു ടെൻഡർ ഞങ്ങൾ ക്ഷണിച്ചു. MS A to Z എഞ്ചിനീയേഴ്സ് ആൻഡ് പോയൽ ഫൗണ്ടേഷൻ എന്ന ഗവൺമെന്റ് കോൺട്രാക്ടർ ആണ് ഇത് എടുത്തിട്ടുള്ളത്. 24 മാസം കൊണ്ട് ഇത് പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത്. നിങ്ങളെല്ലാവരും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ 2 വർഷം കഴിയുമ്പോൾ ഇത് ഉദ്ഘാടനം ചെയ്യാൻ കഴിയുന്ന രൂപത്തിൽ സഹകരിക്കണമേ എന്ന് വിനീപൂർ അഭ്യർത്ഥിച്ചുകൊണ്ട് അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.